നമസ്കാരം. ഞാനിപ്പോൾ തൃക്കരിപ്പൂരിൽ ഡോക്ടർ സുധാകരൻ്റെ ഹോസ്പിറ്റലാണുള്ളത്, അദ്ദേഹത്തിൻ്റെ ഭവനത്തിലാണുള്ളത്. അദ്ദേഹം പെരിയാർ മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിദഗ്ധനായിരുന്നു, പെരിയാർ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു. ഇപ്പോൾ റോട്ടറി രംഗത്ത് വലിയ സേവനങ്ങൾ നടത്തി വരുന്നു. ഒരു പുതിയ കാര്യം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പൈന വിഷയപ്പെടെ വന്നിരിക്കുന്നത്. അതായത് വിഷബാധയേറ്റിട്ട് കുട്ടികൾ മരിക്കുന്ന ഒരു സംഭവം, ഒരു നിർഭാഗ്യകരമായ സംഭവം ആനുകാലികമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ കുറേ കുട്ടികൾ അങ്ങനെ മരണമടഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിവിധിയായിട്ട് അതിന് റെമഡി എന്ന രീതിയിൽ അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. അതായത് പോളിയോ വാക്സിൻ എടുക്കുന്നത് പോലെ തന്നെ ഈ പേവിഷബാധക്കെതിരെയുള്ള വാക്സിനേഷൻ നടത്തുകയാണെങ്കിൽ കുട്ടികളിൽ തന്നെ ഈ ഒരു മരണം ഒഴിവാക്കാം എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഈ ലോകത്തോട് വിളിച്ച് പറയാൻ പോകുന്നത്. കടിക്കുന്നതിന് മുമ്പ് തന്നെ വാക്സിൻ എടുക്കാൻ, കടിക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് എല്ലാ കുട്ടികൾക്കും, ഇപ്പം നായ കടിക്കോ ഇല്ലയോ നോക്കണ്ട, എല്ലാ കുട്ടികൾക്കും ഈ ഒരു ഇത് വാക്സിനേഷൻ എടുക്കുകയാണെങ്കിൽ മരണത്തിൽ നിന്നും ഒഴിവാവാം, അല്ലെങ്കിൽ മരണത്തിൽ രക്ഷപ്പെടാം എന്നുള്ള കാര്യം അദ്ദേഹം നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു മെസ്സേജ് എല്ലാവരിലേക്കും എത്തേണ്ടതുണ്ട്, സർക്കാരിലേക്ക് എത്തേണ്ടതുണ്ട്, നമ്മുടെ ആരോഗ്യ മന്ത്രിയിലേക്ക് എത്തേണ്ടതുണ്ട്, ഇത് ഷെയർ ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒരു വലിയ ഒരു മെസ്സേജാണ് അദ്ദേഹം നമുക്ക് തരുന്നത്. ഞാൻ ഡോക്ടർ സുധാകരൻ, പെരിയാർ മെഡിക്കൽ കോളേജിലെ മുൻ ശിശുരോഗ വിഭാഗ തലവനും മുൻ പ്രിൻസിപ്പലുമാണ്. റോട്ടറി ഡിസ്ട്രിക്ട് 3204 പ്രോജക്ട് പോസിറ്റീവ് ഹെൽത്തിന്റെ ഡിസ്ട്രിക്ട് ചെയർമാൻ കൂടിയാണ്. ഞാനിവിടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നമാണ് പേവിഷമാണ്. ഇന്നിപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് എല്ലാ ദിവസങ്ങളിലും പേപ്പട്ടി കടിച്ചതും പേവിഷബാധ കുത്തിവെച്ചതിന് ശേഷം പോലും രോഗങ്ങൾ വന്ന് മരിച്ചതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2 ലക്ഷത്തോളം ആൾക്കാരെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കൾ കടിക്കുന്നു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. കഴിഞ്ഞ വർഷം 2 ലക്ഷത്തോളം ആൾക്കാരെ കടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 24 പേർ വിഷബാധയേറ്റ് മരിച്ചിട്ടുണ്ട്. ഈ വർഷം ഈ അടുത്തൊരു 3 ആഴ്ചക്കുള്ളിൽ തന്നെ 3 കുട്ടികൾ വിഷബാധയേറ്റ് മരിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യം, ഇവരൊക്കെ തന്നെയും യഥാസമയത്ത് കുത്തിവെപ്പ് എടുത്തവരായിരുന്നു എന്നുള്ളതാണ്, പ്രത്യേകിച്ചും ഈ 3 കുട്ടികളും. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ഈ കുട്ടികൾക്ക് വിഷബാധ ഏറ്റു, പിടിച്ചു എന്നാണ്, ലക്ഷണങ്ങൾ വന്നു, ബാധിച്ചു മരിച്ചു എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് ഉയരം കുറവാണ്. നായ്ക്കൾക്ക് വളരെ എളുപ്പത്തിൽ തലയുടെ ഭാഗത്തും മുഖത്തിന്റെ ഭാഗത്തും കൈവിരലുകളിലൊക്കെ കടിക്കാൻ കൂടുതൽ സാധിക്കുന്നത് കുട്ടികളിലാണ്, അവരുടെ ഉയരക്കുറവ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ. അപ്പോൾ നമ്മളെ കടിയേറ്റ ഭാഗവും നമ്മളുടെ ബ്രെയിനുമായിട്ടുള്ള ആ ഒരു ദൂരം, ഡിസ്റ്റൻസാണ് രോഗലക്ഷണങ്ങൾ എപ്പോഴും വരും, എത്ര പെട്ടെന്ന് വരുമെന്ന് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുത്തിവെച്ചാൽ പോലും പലപ്പോഴും കുട്ടികളിൽ ഇപ്പോൾ മുഖത്ത് ഏറ്റ കടികൾ, കണ്ണിനും മൂക്കിനും അടുത്ത് ഏറ്റ കടികൾ, ഇതിലൊക്കെ തന്നെ നമ്മൾ കുത്തിവെപ്പ് പൂർണ്ണമായി എടുത്താൽ പോലും അത് 100% നമ്മൾക്ക് പ്രതിരോധം നൽകുന്നില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രതിവിധി എന്താണ്? അപ്പോൾ ഗവൺമെൻറ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്കളെ നിയന്ത്രിക്കാനുള്ള പല സ്കീമുകളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ പ്രായോഗികമല്ല എന്നാണ് ഇത്രയും വർഷത്തെ നമ്മളുടെ അറിവ്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളൊരു പ്രതിവിധി എന്താണ്? ഇതിനുള്ള പ്രതിവിധിയാണ് മറ്റു കുത്തിവെപ്പുകളെ പോലെ തന്നെ ഈ ARV വാക്സിൻ, റാബീസ് വാക്സിൻ കുട്ടികൾക്ക് മുന്നേ തന്നെ കൊടുക്കുക എന്നുള്ളത്. അതിനെയാണ് പ്രീ എക്സ്പോഷർ പ്രോഫിലാക്സിസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കടി ഏൽക്കുന്നതിന് മുന്നേ തന്നെ ഈ വാക്സിൻ കൊടുക്കുക. ഇത് WHO ഒക്കെ തന്നെ അംഗീകരിച്ച ഒരു സ്കീമാണ്. ഇപ്പോൾ തന്നെ വെറ്റിനറി ഡോക്ടർമാരും ഈ മൃഗങ്ങളെ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് എടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പോലും ഇത് നേരത്തെ കാലത്തെ എടുക്കുന്നുണ്ട്. ഈ വാക്സിൻ വളരെ സുരക്ഷിതമാണ്, വലിയ ചെലവുള്ളതുമല്ല. ഒരു വാക്സിൻ വയലിന് മാക്സിമം 300 രൂപയാണ് വില വരുന്നത്. പക്ഷേ ഈ ഒരു വയലിനെ കുറേ ആൾക്കാർക്ക് ഒരേ സമയത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് പകരം 5 കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഗവൺമെൻറ്റിൻ്റെ ഇമ്മ്യൂണൈസേഷൻ സ്കീമിൽ ഉൾപ്പെടുത്തിയാൽ വളരെ ചെറിയ ചിലവിൽ നമ്മൾക്ക് ഈ ബാധിച്ചിട്ടുള്ള വിഷബാധ ഏറ്റിട്ടുള്ള മരണങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ഒരു സജഷൻ, കുട്ടികൾക്ക് നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ്റെ കൂടെ തന്നെ ഇന്നിപ്പോൾ നിലവിലുള്ള പോളിയോ, ട്രിപ്പിൾ, PCV വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ, ഇതിൻ്റെ ഒക്കെ കൂടെ തന്നെ ഈ വാക്സിനും കൊടുക്കുക എന്നുള്ളതാണ്. 3 ഡോസാണ് തുടക്കത്തിൽ ഇതിന് ആവശ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ആ ചെറിയ പ്രായത്തിൽ കൂടുതൽ കുത്തിവെപ്പുകൾ ആവശ്യം വരും എന്നുള്ളത് ഒരു പ്രശ്നമാണെങ്കിൽ നമ്മുടെ 1ാമത്തെ ബൂസ്റ്റർ 1.5 വയസ്സിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 4.5 വയസ്സിന് ശേഷമേ നമ്മുടെ 2ാമത്തെ ബൂസ്റ്ററിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ആ കാലയളവിൽ പ്രത്യേകിച്ചും കുട്ടികൾ ഈ അംഗൻവാടിയിലൊക്കെ പോകുന്നതിന് മുന്നേ, LKGയിലൊക്കെ പോകുന്നതിന് മുന്നേ ഈ 3 ഡോസ് കൊടുക്കുകയാണെങ്കിൽ ഈ വിഷബാധയിൽ നിന്നും നായയുടെ കടിയേറ്റാൽ പോലും നമ്മൾക്ക് അവരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വളരെയധികം ചിലവേറിയ ഒരു സ്കീം അല്ല, പ്രോജക്റ്റ് അല്ല. മറ്റ് വാക്സിനുകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിൽ വളരെ ചിലവ് കുറവുമാണ്. ഇതിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സമ്മതം, അതായത് ഗവൺമെൻറ് ഒരു ഇനീഷ്യേറ്റീവ് വേണം. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ കൂടെ തന്നെ ഇതിനെ ജനങ്ങളുടെ ഇടയിൽ ഇതിനുള്ള അവബോധം വളർത്താനൊക്കെ റോട്ടറി പ്രസ്ഥാനം പോലുള്ള പ്രസ്ഥാനങ്ങൾ മുന്നിട്ട് വരും. അതിനകത്ത് യാതൊരു സംശയവുമില്ല.
നമ്മുടെ ലോക്കൽ ബോഡീസ്, അതായത് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾക്ക് അവർക്ക് പോലും ഇതിനുള്ള സാമ്പത്തിക സഹായം നൽകാൻ സാധിക്കും. കാരണം ഇന്നിപ്പോൾ പേ വിഷബാധ ഏറ്റിട്ട് വാക്സിൻ കിട്ടാതെ, ഇമ്യൂണോഗ്ലോബുലിൻ കിട്ടാതെ പണം കൊടുത്ത് വാങ്ങുന്നവർക്ക് പഞ്ചായത്ത് റീഫണ്ട് ചെയ്യുന്നുണ്ട്. ആ പണം തന്നെ പലപ്പോഴും 10,000-അടുത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പണത്തിൻ്റെ കണക്ക് കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ എല്ലാ കുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീം തയ്യാറാക്കുകയാണെങ്കിൽ വളരെ ചെറിയ ചിലവിൽ നായയുടെ കടികളേക്കുന്ന കുട്ടികൾക്ക് ആർക്കും തന്നെ പേ വിഷബാധ പ്രത്യക്ഷപ്പെടാതെ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു സ്കീം യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ്റെ ഭാഗം എന്തുകൊണ്ട് ഇതുവരെ ആക്കിയില്ല എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉദിക്കുന്ന ഒരു ചോദ്യം തന്നെ. തീർച്ചയായും റോട്ടറി പ്രസ്ഥാനം, ഗവൺമെൻറ് കേരള, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ മുന്നിട്ടിറങ്ങി ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഈ ഒരു പ്രീ എക്സ്പോഷർ പ്രോഫിലാക്സിസ് എന്ന ആ ഒരു പ്രോജക്റ്റ്, അതിനു വേണ്ടിയുള്ള വാക്സിനേഷൻ അത് നടപ്പിലാക്കാൻ മുന്നിട്ടിറങ്ങണമെന്ന് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. സാധാരണഗതിയിൽ ഈ പ്രീ എക്സ്പോഷർ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ 3 ഡോസാണ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് 6 മാസത്തിനുള്ളിൽ വീണ്ടും നമ്മൾക്കൊരു നായ കടിക്കുകയാണ്, പൂച്ച മാന്തുകയൊക്കെ ചെയ്താൽ ഒരൊറ്റ ഡോസ് മതി. 6 മാസത്തിന് ശേഷം ചിലപ്പോൾ 1 വർഷം 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ 2 ഡോസ് എടുക്കേണ്ടി വരും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബൂസ്റ്റർ എടുക്കുന്ന സമയത്ത് ഇമ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന ആ ഒരു മരുന്ന്, മുറിക്ക് ചുറ്റും നമ്മൾ കുത്തിവെക്കുന്ന ആ മരുന്ന്, അതിൻ്റെ ആവശ്യമില്ല. അതാണ് വാക്സിനേക്കാളും വില കൂടുതലും. വേറൊരു കാര്യമുണ്ട്, ഈ ഇമ്യൂണോഗ്ലോബുലിൻ നമുക്ക് ഒരുപാട് കടികൾ, ഇപ്പോൾ കുട്ടികൾ നായ മാന്തി കടിച്ചു, നിലത്ത് ഉരുണ്ട് പെരണ്ട് അവിടെ ഇവിടെയൊക്കെ മുറിയായി എന്ന് വെക്കുക, അത്രയും സ്ഥലങ്ങൾ നമുക്ക് കണ്ടുപിടിച്ചിട്ട് ഇമ്യൂണോഗ്ലോബുലിൻ അതിന് ചുറ്റും നമുക്ക് കുത്തിവെക്കാൻ പലപ്പോഴും വിഷമമാണ്. നേരെ മറിച്ച് ഇത്തരം ഒരു വാക്സിൻ എടുത്ത കുട്ടിക്ക് ഇമ്യൂണോഗ്ലോബുലിൻ്റെ ആവശ്യം തന്നെ ഇല്ല. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, വളരെ പ്രാഥമികമായ ഒരു കാര്യമുണ്ട്. കടിയേറ്റാൽ ഉടനെ തന്നെ എടുത്തിട്ട് ആസ്പത്രിയിൽ പോകുന്നതിന് പകരം ഒരു 15 മിനിറ്റ് നേരം മുറി മുഴുവനും ധാരാളം വെള്ളമൊഴിച്ച് സോപ്പ് ഉപയോഗിച്ച് കഴുകണം. നമ്മൾ കോവിഡ് സമയത്ത് സോപ്പ് ഉപയോഗിച്ച കാര്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഈ സോപ്പിന് ഈ വൈറസിന് ചുറ്റുമുള്ള ഒരു കൊഴുപ്പിൻ്റെ ഒരു ആവരണമുണ്ട്, അത് നശിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ സോപ്പ് ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു 50% റിസ്ക് അവിടെ തന്നെ അങ്ങ് അവസാനിച്ചു. അതിനുശേഷമേ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഒരു എടുത്തു പോകണ്ടു. പലരും ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ കടിച്ചു ഉടനെ എടുത്ത ഓടുകയാണ്. ആ മുറി കഴുകാൻ പോലും നമ്മൾ മെനക്കെടുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം.